നമസ്കാരം. കൂടൽമാണിക്യ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ട് ധാരാളം പേർ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭരതസ്വാമിയാണല്ലോ പ്രതിഷ്ഠ. ഭരതന് രാമായണത്തിലോ മറ്റെങ്ങുമോ സംഗമേശൻ എന്നൊരു പേര് കാണുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രത്തിനെ സംഗമേശ ക്ഷേത്രം എന്ന് വിളിക്കുന്നു? ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തളിപ്പറമ്പിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ, തളിപ്പറമ്പ് നമുക്കറിയാം, രാജരാജേശ്വര ക്ഷേത്രം പ്രസിദ്ധമാണ്. അവിടെ നിന്ന് ഒരു ബ്രാഹ്മണൻ ഒരു ശംഖിൽ തീർത്ഥജലവുമായിട്ട് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് അവിടുത്തെ ദേവചൈതന്യത്തെ, ആ ക്ഷേത്രങ്ങളിലെ ദേവചൈതന്യത്തെ തൻ്റെ ശംഖ് തീർത്ഥത്തിൽ ആവാഹിച്ച് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും എത്തി ദേവചൈതന്യത്തെ തൻ്റെ ശംഖതീർത്ഥത്തിൽ ആവാഹിക്കുന്നതിനിടയിൽ ഇദ്ദേഹം കൂടൽമാണിക്യത്തിലും എത്തി. അവിടെ ഭരതസ്വാമിയുടെ ചൈതന്യത്തെ തൻ്റെ ശംഖതീർത്ഥത്തിൽ ആവാഹിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ ആ ശംഖ് നിലത്ത് വീണ് ഉടയുകയും ആ ശംഖതീർത്ഥത്തിൽ അതുവരെ ആവാഹിച്ചിരുന്ന എല്ലാ ദേവചൈതന്യവും ഈ ഭരതവിഗ്രഹത്തിലേക്ക് സന്നിവേശിക്കുകയും ചെയ്തു. അങ്ങനെ ധാരാളം ദേവതകൾ സംഗമിച്ച ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് സംഗമേശൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ അനേകം ദേവകളുടെ സാന്നിധ്യമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ഉപദേവത പ്രതിഷ്ഠകളോ മറ്റ് ദേവസാമീപ്യമുള്ള ഒരു തുളസിച്ചെടിയിലും ദേവസാമീപ്യമുണ്ടല്ലോ, ആ തുളസിച്ചെടി പോലും ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണം അതാണ് സംഗമേശൻ.